നമസ്കാരം. ദേവനാഗരി ഹിന്ദി കോളേജിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ 3ാമത്തെ പാഠമായ ജ്ഞാൻമാർഗ് എന്ന ഏകാംഗ നാടകമാണ്. പോകാം നമുക്ക് ടെക്സ്റ്റിലേക്ക്. ഓക്കെ, നമ്പർ 14 ജ്ഞാനമാർഗ് एकांगी असगर वसाहत। 3 राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे हैं। 3 राजकुमार 3 രാജകുമാരന്മാർ ഗുരുകുലത്തിൽ अपनी पढ़ाई തങ്ങളുടെ പഠനം പൂരി करने के बाद पूरी करना പൂർത്തിയാക്കുക, के बाद आफ्टर ശേഷം 3 രാജകുമാരന്മാർ ഗുരുകുലത്തിലെ തങ്ങളുടെ പഠനം പൂർത്തിയാക്കിയ ശേഷം ഘർ ലൗട്ട് രഹേ ഹേ, ഘർ വീട്, ഹൗസ്, വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. 3 രാജകുമാരന്മാർ തങ്ങളുടെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. തീനോം ഘനേ ജംഗൽ സേ ഗുസർ രഹേ ഹേ, 3 പേരും ഘനേ ജംഗൽ കൊടുങ്കാട്, തിക് ഫോറസ്റ്റ്, കൊടുങ്കാട്ടിലൂടെ ഗുസർ രഹേ ഹേ, 3 പേരും ആ 3 രാജകുമാരന്മാരും തങ്ങളുടെ പഠനം പൂർത്തിയാക്കിയ ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നത് കൊടുങ്കാട്ടിലൂടെയാണ്. പഹല രാജകുമാർ, ഒന്നാമത്തെ രാജകുമാരൻ പറയുകയാണ് മറ്റു 2 പേരോടായിട്ട്, हम तीनों इस बात पर गर्व कर सकते हैं. गर्व करना അഭിമാനിക്കുക. ഹം തീനോ നമ്മൾ 3 പേരും, അതായത് ഈ 3 രാജകുമാരന്മാർക്കും ഇസ് ബാത്ത് പർ ഇക്കാര്യത്തിൽ ഗർവ് കർ സക്തേ ഹേ അഭിമാനിക്കാം, കി ഹംനെ ജ്ഞാൻ പ്രാപ്ത് കർ ലിയേ ഹേ, ഞാൻ അറിവ്, നമ്മൾ അറിവ് നേടിയിരിക്കുന്നു, ഇക്കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് ഒന്നാമത്തെ രാജകുമാരൻ പറയുന്നു. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ, दूसरा राजकुमार, संसार में कितने कम लोगों को यह सौभाग्य प्राप्त होता है. संसार में, संसार दुनिया, വേൾഡ്, ലോകം, കിത്തനെ എത്ര പേർക്ക്, കം ലോകോം കോ, കം കുറച്ച്, ലോകോം പീപ്പിൾ ആളുകൾ, യഹ് സൗഭാഗ്യ പ്രാപ്ത് ഹോത്താ ഹേ, ലോകത്ത് വളരെ കുറച്ച് ആളുകൾക്കാണ് ഈ ഭാഗ്യം ലഭിക്കുന്നത്. അക്കാലത്ത് ഗുരുകുല സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. അത് വളരെ കുറച്ച് പേർക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. ഇന്നത്തെ കാലത്തെ പോലെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന സൗകര്യമില്ലായിരുന്നു. സമ്പന്നരായ ആളുകൾക്ക്, രാജകുമാരന്മാർക്ക്, പ്രഭുക്കന്മാരുടെ മക്കൾക്ക്, അതുപോലെ വലിയ സമ്പന്നരുടെ മക്കൾക്ക് മാത്രമേ അക്കാലത്ത് വിദ്യാഭ്യാസം സാധ്യമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് രണ്ടാമത്തെ രാജകുമാരൻ പറയുന്നത്, നമുക്ക് ലോകത്ത് കുറച്ച് ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണ് നമ്മൾക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്കേ ഈ വിദ്യാഭ്യാസം സാധ്യമാവുക എന്ന ഭാഗ്യം ലഭിക്കുകയുള്ളൂ. രാജകുമാർ തീസര രാജകുമാർ, മൂന്നാമത്തെ രാജകുമാരൻ, പർ ഹം സബ്കാ ജ്ഞാൻ ബറാബർ നഹിം ഹേ, എന്നാൽ മൂന്നാമത്തെ രാജകുമാരൻ പറയുന്നത് ശ്രദ്ധിക്കണേ, എന്നാൽ നമ്മളുടെ എല്ലാവരുടെയും അറിവ്, ബരാബർ ഈക്വൽ, തുല്യം, നമ്മളുടെ എല്ലാവരുടെയും അറിവ് തുല്യമല്ല. 3 രാജകുമാരന്മാരും തമ്മിൽ സംസാരിച്ചു കൊണ്ട് നടന്നു പോവുകയാണ് തങ്ങളുടെ വീട്ടിലേക്ക്. അപ്പം മൂന്നാമത്തെ രാജകുമാരൻ പറയുന്നു, നമ്മളെല്ലാം ഒരു സ്ഥലത്തു നിന്നാണ്, ഒരു ഗുരുവിൻ്റെ കീഴിലാണ് പഠിച്ചിരുന്നത്. അക്കാലത്ത് ഗുരുകുല സമ്പ്രദായമാണ്, നിങ്ങൾക്കറിയാം. ഗുരുകുലം സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ച് വിദ്യ അഭ്യസിക്കുക എന്ന രീതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അതിനാണ് ഗുരുകുല സമ്പ്രദായം എന്ന് പറയുക. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ രാജകുമാരൻ പറയുന്നു, നമ്മൾ 3 പേരും ഒരു ഗുരുവിൻ്റെ കീഴിലാണ് പഠിച്ചതെങ്കിലും നമ്മളുടെ 3 പേരുടെയും അറിവ് തുല്യമല്ല. അങ്ങനെ 3 പേരുടെയും അറിവ് തുല്യമല്ല എന്ന് മൂന്നാമത്തെ രാജകുമാരൻ പറയുന്നത് കേട്ട് മറ്റു 2 രാജകുമാരന്മാർക്കും ദേഷ്യം പിടിക്കുന്നു. ഒന്നാമത്തെ രാജകുമാരൻ, പഹല രാജകുമാർ, ക്യാ മത്ലബ് ഹേ തുമാരാ, നീ എന്താണ് ഉദ്ദേശിച്ചത്? തീസര രാജകുമാർ,
മേരാ ജ്ഞാൻ തും ദോനോ. അങ്ങനെ മൂന്ന് പേരുടെയും അറിവ് തുല്യമല്ല എന്ന് മൂന്നാമത്തെ രാജകുമാരൻ പറയുന്നത് കേട്ട് മറ്റു രണ്ട് രാജകുമാരന്മാർക്കും ദേഷ്യം പിടിക്കുന്നു. ഒന്നാമത്തെ രാജകുമാരൻ പഹല രാജകുമാർ, ക്യാ മത്ലബ് ഹേ തുമാരാ, നീ എന്താണ് ഉദ്ദേശിച്ചത്? തീസര രാജകുമാർ, മേരാ ജ്ഞാൻ തും ദോനോ. അങ്ങനെ മൂന്ന് പേരുടെയും അറിവ് തുല്യമല്ല എന്ന് മൂന്നാമത്തെ രാജകുമാരൻ പറയുന്നത് കേട്ട് മറ്റു രണ്ട് രാജകുമാരന്മാർക്കും ദേഷ്യം പിടിക്കുന്നു. ഒന്നാമത്തെ രാജകുമാരൻ പഹല രാജകുമാർ, ക്യാ മത്ലബ് ഹേ തുമാരാ, നീ എന്താണ് ഉദ്ദേശിച്ചത്? തീസര രാജകുമാർ, മേരാ ജ്ഞാൻ തും ദോനോ. അങ്ങനെ മൂന്ന് പേരുടെയും അറിവ് തുല്യമല്ല എന്ന് മൂന്നാമത്തെ രാജകുമാരൻ പറയുന്നത് കേട്ട് മറ്റു രണ്ട് രാജകുമാരന്മാർക്കും ദേഷ്യം പിടിക്കുന്നു. ഒന്നാമത്തെ രാജകുമാരൻ പഹല രാജകുമാർ, ക്യാ മത്ലബ് ഹേ തുമാരാ, നീ എന്താണ് ഉദ്ദേശിച്ചത്? തീസര രാജകുമാർ, മേരാ ജ്ഞാൻ തും ദോനോ. അങ്ങനെ മൂന്ന് പേരുടെയും അറിവ് തുല്യമല്ല എന്ന് മൂന്നാമത്തെ രാജകുമാരൻ പറയുന്നത് കേട്ട് മറ്റു രണ്ട് രാജകുമാരന്മാർക്കും ദേഷ്യം പിടിക്കുന്നു. ഒന്നാമത്തെ രാജകുമാരൻ പഹല രാജകുമാർ, ക്യാ മത്ലബ് ഹേ തുമാരാ, നീ എന്താണ് ഉദ്ദേശിച്ചത്? തീസര രാജകുമാർ, മേരാ ജ്ഞാൻ തും ദോനോ. അങ്ങനെ മൂന്ന് പേരുടെ അപ്പോൾ ആർക്കാണ് അധികം അറിവുള്ളത്, ആരാണ് കൂടുതൽ പണ്ഡിതനായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഈ മൂന്ന് വിദ്യാർത്ഥികളും തമ്മിൽ തർക്കമുണ്ടാവുകയാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഒന്നാമത്തെ രാജകുമാർ, പേജ് നമ്പർ 15, പഹല രാജകുമാർ, മേരാ പിതാ ബഹുത്ത് ബഡേ ജ്ഞാനി ഹേ, നിങ്ങളെപ്പോലെയല്ല. ഒന്നാമത്തെ രാജകുമാരൻ പറയുക, എൻ്റെ അച്ഛൻ വളരെ വലിയ പണ്ഡിതനാണ്, ജ്ഞാനി പണ്ഡിതൻ. ഉൻകാ പുത്ര ഹോനെ കെ നാത്തെ മേ തും ദോനോം സേ ജ്യാദാ വിദ്വാൻ ഹേ. എൻ്റെ പിതാവ് ഒരു വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ പുത്രനായത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ രണ്ടുപേരേക്കാൾ കൂടുതൽ അറിവുള്ളവനാണ്. ക്ലിയർ അല്ലേ? ഇത് കേട്ടപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ വിട്ടുകൊടുക്കുന്നില്ല. ദേഷ്യം കൊണ്ടവൻ പറയുക, പിതാസെ ക്യാ ഹോത്താ ഹേ, അച്ഛന് അറിവുണ്ടായിട്ട് എന്താ കാര്യം? മേരി തോ മാതാജി അമ്മ, മദർ, മേരി തോ മാതാജി ദേശ് കി മാനി ഹുയി വിദുഷി ഹേ, വിദുഷി പണ്ഡിത, അറിവുള്ളവൾ. എൻ്റെ അമ്മ എന്ന് പറയുന്നത്, രണ്ടാമത്തെ രാജകുമാരൻ പറയാന്നേ, എൻ്റെ അമ്മ എന്ന് പറയുന്നത് രാജ്യത്തെ, ദേശ് കൺട്രി, രാജ്യത്തെ അറിയപ്പെടുന്ന പണ്ഡിതയാണ്. മേ ഉൻകെ പേട് മേ 9 മഹീനെ രഹാഹും, ഞാൻ അവരുടെ വയറിൽ, വയർ, അവരുടെ വയറ്റിൽ, എൻ്റെ പണ്ഡിതയായ അമ്മയുടെ വയറ്റിൽ 9 മഹീന മന്ത്, മാസം, അവരുടെ വയറ്റിൽ ഞാൻ 9 മാസം കിടന്നിട്ടുണ്ട്. തും ദോനോം മേരെ മുഖാബല നഹി കർ സക്തേ ഹേ, മുഖാബല കർണ, എതിർക്കുക, എന്നോടെതിരിടാൻ, അറിവിൻ്റെ കാര്യത്തിൽ എന്നെ വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയില്ല എന്ന് രണ്ടാമത്തെ രാജകുമാരൻ പറയുന്നു. തീസര രാജകുമാർ, മേരെ ഘർ കെ സേവക് തക് മഹാപണ്ഡിത് ഹേ. മൂന്നാമത്തെ രാജകുമാരൻ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. ശ്രദ്ധിക്കുക, നിൻ്റെ അമ്മ പണ്ഡിതയാണ്, മറ്റവൻ്റെ അച്ഛൻ പണ്ഡിതനാണ്. എന്നാൽ നിങ്ങളറിയോ, മേരെ ഘർ കെ സേവക്, എൻ്റെ വീട്ടിലെ സേവക് മീൻസ് നൗക്കർ, തൊഴിലാളി, എൻ്റെ വീട്ടിലെ വേലക്കാരൻ പോലും, തക് വരെ, മേരെ ഘർ കെ സേവക് തക് മഹാപണ്ഡിത് ഹേ, നിങ്ങളെ അച്ഛനും അമ്മയല്ലേ പണ്ഡിതന്മാർ, വീട്ടിലെ വേലക്കാർ പോലും പണ്ഡിതരാണ്. അപ്പോൾ നിങ്ങളെക്കാൾ ബുദ്ധിമാൻ ഞാനാണ്. ഇനി അടുത്ത് നോക്കുക, പഹല രാജകുമാർ, യഹി ബാത്ത് ഹേ തോ ചലോ പരീക്ഷ ഹോ ജായേ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് പരീക്ഷിക്കാം ആർക്കാണ് അറിവുള്ളത് എന്ന കാര്യത്തിൽ. ഇനിയാണ് കഥ തുടങ്ങുന്നത്, ശരിക്കും ശ്രദ്ധിക്കുക. തീസര രാജകുമാർ, യഹി ബാത്ത് ഹേ തോ തും അപ്നെ ജ്ഞാൻ കാ പരിചയ തോ. ശരി, പരീക്ഷയ്ക്ക് ഞാൻ തയ്യാർ. മൂന്നാമത്തെ രാജകുമാരൻ പറയുന്നു, പരീക്ഷയ്ക്ക് ഞാൻ തയ്യാർ. ആദ്യം നീ നിൻ്റെ അറിവ് എന്താണെന്ന് കാണിക്കുക, നോക്കട്ടെ ഞാൻ എന്താണ്, ആർക്കാണ് അറിവ് കൂടുതലുള്ളതെന്ന്. ദൂസര രാജകുമാർ, ജ്ഞാൻ കാ പരിചയ് ജ്ഞാനി കോ ദിയാ ജാത്താ ഹേ, മൂർഖ് കോ നഹി. രണ്ടാമത്തെ രാജകുമാരൻ മറ്റുള്ളവരെ കളിയാക്കുകയാണ്. അറിവ് എന്നുള്ളത് അറിവുള്ളവർക്ക് കൊടുക്കേണ്ടതാണ്, വിഡ്ഢികൾക്ക് കൊടുക്കാനുള്ളതല്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും വിഡ്ഢികളാണെന്നാണ് രണ്ടാമത്തെ രാജകുമാരൻ പറയുന്നത്. തീസര രാജകുമാർ,
മൂന്നാമത്തെ രാജകുമാരന് തന്നെ വിഡ്ഢിയെന്ന് വിളിച്ചപ്പോൾ ദേഷ്യം പിടിച്ചു. തീസര രാജകുമാർ, തും മേരാ അപമാൻ കർ രഹേ ഹോ, നീ എന്നെ അപമാനിക്കുകയാണല്ലേ. പഹല രാജകുമാർ, അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ നഹി തോ ഹം തുംകോ ദണ്ഡ് ദേങ്കെ, നിൻ്റെ അറിവ് മര്യാദയ്ക്ക് പ്രദർശിപ്പിച്ചോളുക, മര്യാദക്ക് പ്രദർശിപ്പിക്കുക, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ദണ്ഡ് ദേങ്കെ, നിന്നെ ഞങ്ങൾ ശിക്ഷിക്കും. ദണ്ഡ് ദേന ശിക്ഷിക്കുക, പണിഷ്മെൻറ്റ്. രാജകുമാർ ദോ दूसरा राजकुमार इधर उधर देखता है, उसे किसी जानवर की हड्डियाँ पड़ी दिखाई देती है. അങ്ങനെ ഈ വെല്ലുവിളി രണ്ടാമത്തെ രാജകുമാരൻ സ്വീകരിക്കുന്നു. രാജകുമാരൻ ഇതർ ഉദർ, ഇതർ ഇവിടെ, ഉദർ അവിടെ, ഇവിടെയും അവിടെയും ദേക്താഹെ, ദേഖ്ന നോക്കുക. അപ്പോൾ രാജകുമാരൻ അവിടെയും ഇവിടെയൊക്കെ നോക്കുന്നു ആ കാട്ടിൽ. ഉസെ കിസി ജാൻവർ കി, അവനപ്പോൾ കാണുന്നു എന്ത്? കിസി ജാൻവർ കി, ഏതോ ഒരു മൃഗത്തിൻ്റെ, ജാൻവർ ആനിമൽ, മൃഗം, കി ഹട്ടിയാം, ഹട്ടി അസ്ഥിക്കൂടം, ഏതോ ഒരു മൃഗത്തിൻ്റെ അസ്ഥിക്കൂടം, ദിഖായി ദേത്തി ഹേ, അവന് കാണുന്നു മുന്നിൽ ഏതോ ഒരു മൃഗത്തിൻ്റെ ഒരു അസ്ഥിക്കൂടം കാണുന്നു. നിങ്ങൾ 15-ാം പേജിൽ ടെക്സ്റ്റിൽ നോക്കുക, ഏതോ ഒരു മൃഗത്തിൻ്റെ അസ്ഥിക്കൂടം കാണുന്നു അല്ലേ. ദൂസര രാജകുമാർ, രണ്ടാമത്തെ രാജകുമാരൻ, യേ ഹട്ടിയാം ദേഖ് രഹേ ഹോ, നിങ്ങൾ ഈ അസ്ഥിക്കൂടം കാണുന്നുണ്ടോ? പഹല രാജകുമാർ, ഹാ കാണുന്നുണ്ട്, അതിനെന്താ, ഞങ്ങളും കാണുന്നുണ്ട്, ഞങ്ങൾ കണ്ണുപൊട്ടന്മാരൊന്നുമല്ലല്ലോ, ഞങ്ങൾ കാണുന്നുണ്ട്. दूसरा राजकुमार, मैं अपने ज्ञान से बता सकता हूँ कि ये हड्डियाँ शेर की है, എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുന്നു ഇത് ഒരു സിംഹത്തിൻ്റെ അസ്ഥിക്കൂടമാണ്. വെറും അസ്ഥിക്കൂടമേ ഉള്ളൂ, ഏത് മൃഗത്തിൻ്റെതാണെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. പക്ഷേ രണ്ടാമത്തെ രാജകുമാരൻ പറയുന്നു ഈ അസ്ഥിക്കൂടം ഒരു സിംഹത്തിൻ്റെ അസ്ഥിക്കൂടമാണെന്ന് ഞാൻ എൻ്റെ അറിവ് കൊണ്ട് മനസ്സിലാക്കി പറയുന്നു. തീസര രാജകുമാർ, ബസ് ഏതോ മാമൂലി ബാത്ത് ഹേ, ഓ ഇതാ വലിയ ആനക്കാര്യം, ഇതൊരു മാമൂലി ബാത്ത് സാധാരണ കാര്യം, നിസ്സാര കാര്യം, ഇതൊരു നിസ്സാര കാര്യമല്ലേ, ആർക്കാ പറയാൻ പറ്റാത്തത് ഇത് ഏത് മൃഗത്തിൻ്റെതാണെന്ന്? കണ്ടാൽ തന്നെ അറിയില്ലേ സിംഹത്തിൻ്റെതാണെന്ന്. മൂന്നാമത്തെ രാജകുമാരൻ പറയുന്നു, മേത്തോ अपने ज्ञान से इन हड्डियों पर मांस, उनमें रक्त और उसके ऊपर खाल मढ़ सकता हूँ. അതൊരു സാധാരണ കാര്യമാണ്, എന്നാൽ ഞാൻ എൻ്റെ അറിവ് ഉപയോഗിച്ച്, മൂന്നാമത്തെ രാജകുമാരനെ പറഞ്ഞു, ശരിക്കും ശ്രദ്ധിക്കണം, കഥ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് പോവുകയാണ്. മേത്തോ അപ്നെ ജ്ഞാൻ സേ, മൂന്നാമത്തെ രാജകുമാരൻ പറയുന്നു, ഞാൻ എൻ്റെ അറിവ് കൊണ്ട്, ഇൻ ഹട്ടിയോം പർ, ഈ അസ്ഥിക്കൂടത്തിൽ, മാംസം, ഉന്മേ രക്ത്, ആ മാംസം കൊടുക്കാം, അതിൽ രക്തം കൊടുക്കും, ആർ ഉസ്കെ ഊപ്പർ ഖാൽ മഡ് സക്താഹും, ഈ വെറും അസ്ഥിക്കൂടമായി കിടക്കുന്ന ഈ ഒരു സിംഹത്തിൻ്റെ അസ്ഥിക്കൂടം, ആ അസ്ഥിക്കൂടത്തിൽ ഞാൻ മാംസം കൊടുക്കും, അതിൽ ഞാൻ രക്തം നിറയ്ക്കും ആ ശരീരത്തിൽ, എന്നിട്ട് ഉസ്കെ ഊപ്പർ, അതിന് മുകളിൽ, ഖാൽ മഡ് സക്താഹും, ഖാൽ ചർമ്മം, തോല്, ആ ചർമ്മം കൊടുക്കും ഞാൻ ഈ മാംസത്തിൻ്റെ മുകളിൽ. ലോ മേ മന്ത്രപ്പെടുത്താവും, ഇതാ കണ്ടുകൊള്ളുക, ഞാൻ എൻ്റെ ശക്തി കൊണ്ട് ഈ അസ്ഥിക്കൂടത്തിൽ മാംസവും രക്തവും ചർമ്മവും കൊടുക്കാൻ പോവുകയാണ്. तीसरा राजकुमार मंत्र पढ़ता है और शेर की हड्डियों पर മാംസ് ഉന്മേ രക്ത് और उसके ऊपर खाल आ जाती है. അങ്ങനെ മൂന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലുന്നു. പെട്ടെന്ന് തന്നെ ആ അസ്ഥിക്കൂടത്തിൽ മാംസം വന്നു ചേരുന്നു. ആ മാംസത്തിനുള്ളിലൂടെ ഞരമ്പുകളിലൂടെ രക്തമോടുന്നു. അതിനുശേഷം ആ മാംസത്തിൻ്റെ പുറത്ത് തോല് കൊടുക്കുന്നു, ചർമ്മം കൊടുക്കുന്നു. പഹല രാജകുമാർ, അരേ ഹാം എഴുത്തോ ഹോഗയ, അതെ സംഭവിച്ചല്ലോ, ഇതെന്ത് അത്ഭുതമാണ്. तीसरा राजकुमार, മൂർഖവും അബ് തോ തും സംശോ മേ തും സബ്സെ ബഡാ വിദ്വാൻ ഹൂം. എടോ വിഡ്ഢികളെ, ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക് ആരാണ് ബുദ്ധിമാനെന്ന്? ഇപ്പം മനസ്സിലായിക്കൊള്ളുക, മൂന്നാമത്തെ രാജകുമാരനായ ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പണ്ഡിതൻ. പഹല രാജകുമാർ, ലേക്കിൻ ക്യാ തും ഇസ്മേ പ്രാൺ ബി ഡാൽ സക്തേ ഹോ. പക്ഷേ നീ മാംസം കൊടുത്തു, രക്തം കൊടുത്തു, ചർമ്മം കൊടുത്തു. ഈ സിംഹത്തിൻ്റെ അസ്ഥികൂടത്തിൽ മാംസവും രക്തവും ചർമ്മവും നീ കൊടുത്തു, പക്ഷേ നിനക്കിതിന് ജീവൻ കൊടുക്കാൻ കഴിയുമോ? ഒന്നാമത്തെ രാജകുമാരൻ ചോദിക്കുകയാണ്. തീസര രാജകുമാർ, നഹി, ഇല്ലില്ല. പറയത്തോ തുമ്പി നഹി കർ സക്തേ, എനിക്ക് കൊടുക്കാൻ കഴിയില്ല. ചർമ്മവും
മാംസവും രക്തവും ഞാൻ കൊടുത്തു, പക്ഷേ ജീവൻ കൊടുക്കാൻ എനിക്ക് കഴിയില്ല, മാത്രമല്ല നിങ്ങൾക്കും കഴിയില്ലല്ലോ. പഹ്ലാ രാജകുമാർ മേ ഇസ്മേ പ്രാൺ ബി ഡാൽ സക്താ ഹും. ഒന്നാമത്തെ രാജകുമാരൻ വാശിയായി. അവൻ പറഞ്ഞു, എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ ജ്ഞാനം കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ ഇതുവരെ ആർജിച്ച ആ ഒരു അറിവ് കൊണ്ട് ഞാൻ ഈ ശരീരത്തിൽ, ഇപ്പോൾ സിംഹത്തിന് മാംസമായി, രക്തമായി, ചർമ്മമായി, ഇനി എന്താ വേണ്ടതാകെ? ജീവൻ വേണം. എൻ്റെ അറിവ് ഉപയോഗിച്ച് ഞാൻ ഈ ശരീരത്തിലേക്ക് ജീവനും, പ്രാൺ ലൈഫ്, ആ ജീവനും കൊടുക്കാൻ പോവുക. പർ ഐസാ മത് കർണ. രണ്ടാമത്തെ രാജകുമാരന് പേടിയാകുന്നു. കാരണം എന്താ? ഈ സിംഹത്തിന് ജീവനും കൂടിയും കിട്ടിയാൽ, ഇപ്പം സിംഹം മാംസമുണ്ട്, രക്തമുണ്ട്, ചർമ്മമുണ്ട്, സിംഹത്തിൻ്റെ ശരീരമായി. ഇനി എന്ത് വേണം? അതിൽ ജീവനും കൂടി കൊടുക്കണം, ലൈഫും പ്രാണനും കൂടി കൊടുക്കണം. അത് കൊടുക്കാമെന്നാണ് ഒന്നാമത്തെ രാജകുമാരൻ പറയുന്നത്. ഇത് കേട്ടപ്പോൾ രണ്ടാമത്തെ രാജകുമാരന് പേടിയായി. അവൻ പറയും, നോക്കുക, പർ ഐസാ മത് കർണ, അയ്യോ അങ്ങനെ ചെയ്യരുത്. പഹ്ലാ രാജകുമാർ, ക്യോ, എന്താ കൊടുത്താൽ? ദൂസരാ രാജകുമാർ, ഉസ്കെ ബാദ് ഷേർ ഹമേ ഖാ ജായേഗാ. നീ അതിൽ ജീവൻ കൊടുത്താൽ ആ സിംഹം നമ്മളെ കൊന്നു തിന്നുകളയും. പഹ്ലാ രാജകുമാർ, പർ മുझे तो सिद्ध करना है कि मैं तुम दोनों से बड़ा ज्ञानी हूँ. അതൊന്നും എനിക്ക് പ്രശ്നമല്ല, തിന്നു കളഞ്ഞാലും ഒരു പ്രശ്നം എനിക്കില്ല. എനിക്ക് തെളിയിക്കണം, എന്താണ്? നിങ്ങളുടെ മുമ്പിൽ ഞാനാണ് ഏറ്റവും വലിയ പണ്ഡിതനെന്ന് എനിക്ക് തെളിയിക്കണം എന്ന വാശിയിൽ നിൽക്കുന്നു. ആര്? ഒന്നാമത്തെ രാജകുമാരൻ. ഇത്രയും ഭാഗം മക്കൾക്ക് ശരിക്കും മനസ്സിലായോ? തീസര രാജകുമാർ, നഹി, അയ്യോ കൊടുക്കല്ലേ, ഷേർ ഹമേ ഖാ ജായേഗ. എടോ, നീ അതിന് ജീവൻ കൊടുക്കരുത്, ആ സിംഹം നമ്മളെ തിന്നുകളയും. പക്ഷേ ഒന്നാമത്തെ രാജകുമാരൻ, അവൻ ദേഷ്യം കൊണ്ട് കണ്ണ് കാണുന്നില്ല. അവൻ എങ്ങനെയെങ്കിലും ഞാനാണ് പണ്ഡിതനെന്ന് തെളിയിക്കണം. അവന് അപ്പോൾ പ്രായോഗികമായ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല. ഈ സിംഹത്തിന് ജീവൻ കിട്ടിയാൽ അത് നമ്മളെ 3 പേരെയും കടിച്ച് തിന്നുകളയും, പിന്നെ ഒരു പണ്ഡിതനും ബാക്കിയുണ്ടാവില്ല. ആ കാര്യം അവൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ അവൻ വാശിയിലാണ്. അവൻ പഹ്ലാ രാജകുമാർ മന്ത്ര പഠിത്താ ഹേ ഔർ ഷേർ ജീവിത് ഹോ ജാത്താ ഹേ. ഒന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലുന്നു, ആ സിംഹത്തിന് ജീവൻ കിട്ടുന്നു. ഷേർ ദഹാഡ് കർ ഉൻകി തരഫ് ബഡ്താ ഹേ. ദഗാഡ്ന അലർച്ച. സിംഹം അലറിക്കൊണ്ട് ഉൻകി തരഫ് ബഡ്താ ഹേ. ആ 3 രാജകുമാരന്മാരുടെ നേർക്കും ചാടി വീഴുന്നു. 16-ാം പേജിലെ ചിത്രം നോക്കുക, കാണുന്നില്ലേ നിങ്ങൾ? ആ ചിത്രത്തിൽ കാണുന്നത് പോലെ ചാടി വീഴുന്നു, അലറി വിളിച്ചുകൊണ്ട്. വേ ബച്ചനെ കി കോഷിഷ് കർത്തേ ഹേ. വേ ബച്ചനെ കി കോഷിഷ് കർത്തേ ഹേ. ബച്ചന, രക്ഷപ്പെടുക, കോഷിഷ് കർണ, ശ്രമിക്കുക. അവർ 3 പേരും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പിന്നീട് ആരാണ് പണ്ഡിതൻ എന്നുള്ള തർക്കം അവിടെ ബാക്കിയാവുന്നില്ല. പിന്നെന്താണ് പ്രശ്നം? ഈ സിംഹം ഞങ്ങളെ തിന്നും, എങ്ങനെ രക്ഷപ്പെടുമെന്ന ചിന്തയിലായി അവർ 3 പേരും. ദൂസര രാജകുമാർ, അബ് ഹം ബച്ച് നഹി സക്തേ. ഇനി നമ്മൾ രക്ഷപ്പെടില്ല, ഈ സിംഹം നമ്മളെ കൊന്നു തിന്നും. തീസര രാജകുമാർ, ഷേർ ഹമേ ഖാ ഹി ജായേഗ. ആ സിംഹം നമ്മളെ തിന്നുക തന്നെ ചെയ്യും. ഇനി എന്താണ് ചെയ്യുക? ദൂസര രാജകുമാർ, അരേ വ ദേക്കോ കോൻ ആ രഹാ ഹേ. അത് നോക്കൂ, ആരാണ് വരുന്നതെന്ന്. തീസര രാജകുമാർ, വക്തോ ഗുരുജി ഹേ. അത് നമ്മുടെ ഗുരുനാഥനല്ലേ, നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥനല്ലേ. ഗുരുജി പാസ് ആ ജാത്തേ ഹേ. ഗുരുനാഥൻ നടന്ന് അവരുടെ മുമ്പിലേക്ക് വരുന്നു. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നില്ലേ, പ്രായമുള്ള താടിയൊക്കെ മുടിയൊക്കെ ആയുള്ള ഒരാൾ, അദ്ദേഹമാണ് ഗുരുനാഥൻ. അദ്ദേഹം ഇവരുടെ പിന്നാലെ വന്നതാണ്. ആ ഗുരുനാഥൻ ഇവരുടെ അടുത്തേക്ക് വരുന്നു. ദൂസര രാജകുമാർ, ഗുരുജി ഹം ലോഗ് സങ്കടമേ പടുകയേ ഹേ. ഗുരുനാഥ, ഞങ്ങൾ എന്താണ്, ആകെ പ്രയാസത്തിലാണ്. അടുത്ത പേജ് നോക്കുക, 17-ാം പേജ്. ഗുരു മേ ജാൻതാ ഹും. എനിക്കറിയാം നിങ്ങൾ സങ്കടത്തിലാണെന്ന്, നിങ്ങൾ ആപത്തിലാണെന്ന് എനിക്കറിയാം. പഹ്ലാ രാജകുമാർ, ഗുരുജി ഹമാരാ ജാൻ ബജായിയേ. ഗുരുജി, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചാലും ഞങ്ങളെ ഇപ്പോൾ സിംഹം കൊന്നു തിന്നും. ഗുരു, മുझे मालूम था कि तुम लोगों के अंदर अभी अहंकार बहुत है. എനിക്കറിയാം, അറിയുക. മുझे मालूम था, എനിക്കറിയാമായിരുന്നു.
തും ലോകോം കെ അന്തർ നിങ്ങളുടെ ഉള്ളിൽ, അന്തർ ഉള്ളിൽ, ആരുടെ ഉള്ളിൽ? ഈ 3 വിദ്യാർത്ഥികളുടെയും ഉള്ളിൽ. ഗുരുനാഥൻ പറയുന്നു, എനിക്കറിയാമായിരുന്നു നിങ്ങൾ 3 പേരുടെയും ഉള്ളിൽ അഭി അഹങ്കാർ ബഹുത്ത് ഹേ, എനിക്കറിയാമായിരുന്നു നിങ്ങളുടെ മനസ്സിൽ അഹങ്കാരമുണ്ടെന്നും അത് നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നും എനിക്കറിയാമായിരുന്നു. और तुम अपने ज्ञान का नुकसान भी कर सकते हो, നിങ്ങൾ ആ അഹങ്കാരം കൊണ്ട് നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന് എനിക്കറിയാമായിരുന്നു. നുക്സാൻ നഷ്ടം, ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇസ്ലിയെ മീൻസ് സോ ദാറ്റ്, അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ അഹങ്കാരം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നും ആ അഹങ്കാരമുള്ളതിനാൽ നിങ്ങൾ ആപത്തിൽപ്പെടുമെന്നും അറിയാമായിരുന്നു. അതുകൊണ്ട് മേ തും ലോകോം കെ പീച്ചെ പീച്ചെ ആ രഹാ ഥാ, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ തന്നെ വരികയായിരുന്നു. പഹ്ലാ രാജകുമാർ, ഗുരുജി മുസ്സെ ബഡി ഗൽത്തി ഹോ ഗയി ഹെ, ഗൽത്തി തെറ്റ്. ഗുരുനാഥ, ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്. ഷേർ ഹം സബ്കോ ഖാ ജായേഗ, ഞങ്ങളെല്ലാവരെയും ഈ സിംഹം ഇപ്പം തന്നെ തിന്നുകളയും, ഞങ്ങളെ രക്ഷിക്കൂ ഗുരുനാഥ. ഗുരുജി അബ് മേ അപ്നെ ജ്ഞാൻ സെ ഇസ് ഷേർ കോ ബക്കരി ബനാ ദൂങ്ക, പേടിക്കണ്ട, ഞാൻ എൻ്റെ അറിവ് ഉപയോഗിച്ച്, ഗുരുനാഥൻ പറയുകയാണേ, ഗുരുജി അബ് മേ അപ്നെ ജ്ഞാൻ സെ ഇസ് ഷേർ കോ ബക്കരി ബനാ ദൂങ്ക. ഷേർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് മാഷ്? സിംഹം അല്ലേ. ഇനി ബക്കരി, ബക്കരി ആട്. എൻ്റെ അറിവ് ഉപയോഗിച്ച് ഞാൻ ഈ സിംഹത്തെ ഒരു ആടാക്കി മാറ്റാം. ഗുരു മന്ത്രപ്പെടുത്താ ഹേ, ഗുരുനാഥനപ്പോൾ മന്ത്രം ചൊല്ലുന്നു. ഷേർ ബക്കരി ബൻ ജാത്താ ഹേ, അതുവരെ അലറി നിന്ന സിംഹം പെട്ടെന്ന് തന്നെ ഒരു ആടായി മാറുന്നു. ആർ മിമിയാനെ ലക്താ ഹേ, മിമിയാന ആടിൻ്റെ കരച്ചിൽ, എന്നിട്ട് കരയുന്നു. ആടിൻ്റെ അതുവരെ അലറുകയാണ് ചെയ്തത്, സിംഹം അലറുകയല്ലേ ചെയ്യുക. ആ അലർച്ച ഇപ്പോൾ ഒരു ആടിൻ്റെ കരച്ചിലായി മാറുന്നു. ഓക്കെ, അടുത്ത് നോക്കുക. ഗുരുജി शिष्यों ध्यान रहे, वह ज्ञान जिससे अपना या दूसरों का नुकसान हो ज्ञान नहीं बल्कि अज्ञान है. ശിഷ്യരെ ഇക്കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഇക്കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. വഹ് ജ്ഞാൻ, ആ അറിവ്, ജിസ്സെ അതുകൊണ്ട്, അപ്ന യാ ദൂസരോം കാ തനിക്കോ, യാ മീൻസ് ഓർ അല്ലെങ്കിൽ, ദൂസരോം കാ മറ്റുള്ളവർക്കോ, നുക്സാൻ ഹോ ജ്ഞാൻ നഹി നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ നഷ്ടം വരുന്ന അറിവ്, അറിവല്ല, ബൽക്കി എന്താണത്? അജ്ഞാൻ ഹേ, അജ്ഞാൻ അറിവില്ലായ്മ. അപ്പോൾ ശിഷ്യരെ ശ്രദ്ധിക്കൂ, തനിക്കോ മറ്റുള്ളവർക്കോ ദോഷകരമാകുന്ന അറിവ് ഒരിക്കലും ജ്ഞാനമല്ല, അജ്ഞാനമാണ്. ज्ञान तो सबकी भलाई के लिए ही होता है. അറിവ് എന്നുള്ളത് സബ്കി എല്ലാവരുടെയും, ഭലായി കെ ലിയെ, ഭലായി നന്മ, അറിവ് എന്നുള്ളത് എല്ലാവരുടെയും നന്മക്ക് വേണ്ടിയുള്ളതാകണം. അപ്പോൾ എല്ലാ അഭിനേതാക്കളും കൂടി ഈ നാടകത്തിൻ്റെ അവസാനം പറയുകയാണ്, സഭി അഭിനേത ഏക് സാത്ത് കൈ ബാർ കഹത്തെ ഹേ. ഈ നാടകത്തിൻ്റെ കട്ടൻ വീഴുന്നതിന് മുമ്പ് എല്ലാ അഭിനേതാക്കളും, ഈ നാടകത്തിൽ അഭിനയിക്കുന്ന എല്ലാ അഭിനേതാക്കളും കൂടി ഒന്നിച്ച് കുറേ പ്രാവശ്യം ആവർത്തിക്കുന്നു, ഞാൻ തോ സബ്കി ഭലായി കെ ലിയെ ഹി ഹോത്താ ഹേ. അറിവ് എന്നുള്ളത് എല്ലാവരുടെയും നന്മക്ക് വേണ്ടിയാകണം. അങ്ങനെ ഈ നാടകം അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഈ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ നോക്കാം. പേജ് നമ്പർ 15, അത് നീല ബോക്സിൽ ഒരു ചോദ്യം കാണാം. ചോദ്യം നോക്കുക. ഹർ രാജകുമാർ അപ്നെ കോ ബഡാ ജ്ഞാനി മാനത്താ ഹെ, അസൽ മേ ബഡാ ജ്ഞാനി കോൻ ഹെ. ഓരോ രാജകുമാരനും അവനവനെ മറ്റുള്ളവരെക്കാൾ അറിവുള്ളവരായി കരുതുന്നു. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവരാരാണ്? ആരാണ് ഈ 3 രാജകുമാരന്മാരിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവനെന്നാണ് ചോദ്യം. ഉത്തരം നോക്കുക. പ്രത്യേക രാജകുമാർ अपनी अपनी खूबियाँ बताता है, लेकिन तीनों में कोई भी ज्ञानी नहीं थे. ये सबके अंदर अहंकार थे. जिसने अपना ज्ञान समाज की भलाई के लिए उपयोग करता है वही बड़ा ज्ञानी है.
ഇവിടെ ഓരോ രാജകുമാരനും അവരവരുടെ കഴിവുകളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇവരിൽ ആരും യഥാർത്ഥ പണ്ഡിതനല്ല. കാരണം ആരാണോ സ്വന്തം അറിവ് മറ്റുള്ളവരുടെ നന്മക്കായി ഉപയോഗിക്കുന്നത് അവനാണ് ഏറ്റവും വലിയ പണ്ഡിതൻ. അപ്പോൾ ഇവരാരുമല്ല യഥാർത്ഥ പണ്ഡിതൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പേജ് നമ്പർ 16 ആ നീല ബോക്സിൽ നോക്കുക. ഗുരുജി ഹം ലോഗ് സങ്കട് മേ പട് ഗയേ ഹെ, രാജകുമാർ ക്യോം സങ്കട് മേ പടേ. ഗുരുനാഥ, ഞങ്ങൾ വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. രാജകുമാരന്മാർ എന്തുകൊണ്ടാണ് അപകടത്തിൽപ്പെട്ടത്? അതാണ് ചോദ്യം. ഇനി ഉത്തരം നോക്കുക. ഉനോംനെ अहंकार के कारण ज्ञान का दुरुपयोग किया. उन्होंने अहंकार के कारण ज्ञान का दुरुपयोग किया, इसलिए वे संकट में पड़ गए. എന്തുകൊണ്ടാണ് അവർ ആപത്തിൽപ്പെട്ടത്? അവർ ആ രാജകുമാരന്മാർ അഹങ്കാരികളായി മാറുകയും ആ അഹങ്കാരം കൊണ്ട് അവരവരുടെ അറിവ് ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർ ആപത്തിൽ അകപ്പെട്ടത്. ഓക്കെ, എല്ലാവർക്കും നന്ദി. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.